H1B വിസയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ടെക്കികൾക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരു പരിഷ്കരണമായിരുന്നു ട്രംപിൻ്റെ ഈ H1B വിസയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ ഈ H1B വിസ പദ്ധതി കൂടുതൽ പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. ലോട്ടറി സമ്പ്രദായം നിർത്തലാക്കാനാണ് ട്രംപിൻ്റെ നിർദ്ദേശം. കൂടുതൽ യോഗ്യതയുള്ളവർക്ക് മുൻഗണന നൽകുന്ന വെയ്റ്റഡ് സെലക്ഷൻ നടപ്പാക്കാനും നീക്കമുണ്ട്. 4 തവണയാണ് കൂടുതൽ വേതനമുള്ളവരെ പരിഗണിക്കുക. ആതിര സരസ്വത്തിനോട് ചോദിക്കാം എങ്ങനെയാണ് പുതിയ നീക്കമെന്ന്. ആതിര, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ നീക്കം എങ്ങനെയാണ്? സിധു, ഗുഡ് മോർണിംഗ്. ഈ അമേരിക്കയിലെ തൊഴിലവസരങ്ങൾ, സ്വദേശി തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ഫസ്റ്റ് നയം എന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിൽ H1B വിസയ്ക്ക് $1 ലക്ഷം ചുമത്തിയ ഒരു പരിഷ്കരണം നേരത്തെ വന്നിരുന്നത്. ആ ഉത്തരവിൽ ഒപ്പിട്ടതിന് ശേഷം വീണ്ടും അതിൽ പരിഷ്കരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ലോട്ടറി സംവിധാനം എടുത്തു കളയാനാണ് നിർദ്ദേശം നിലവിൽ നിൽക്കുന്നത്. അതായത് എല്ലാ അപേക്ഷകനെയും തുല്യമായി പരിഗണിച്ച് ഒരു ലോട്ടറി ക്രമരഹിതമായ ഒരു ലോട്ടറി സംവിധാനത്തിലൂടെയായിരുന്നു ഈ H1B വിസകൾ അനുവദിച്ചത്. ഇതിലൊരു മാറ്റം വരും. ഈ ലോട്ടറി സംവിധാനത്തെ എടുത്തു മാറ്റും. കൂടിയ വേതനമുള്ളവർക്ക് മുൻഗണന കൊടുക്കും. കൂടുതൽ വൈദഗ്ധ്യമുള്ളവർക്ക് മുൻഗണന കൊടുക്കാനാണ് നിലവിൽ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് തീരുമാനമായിരിക്കുന്നത്. എന്നാൽ കുറഞ്ഞ വേതനമുള്ളവരേക്ക് ഒരു തവണ മാത്രമേ വിസയ്ക്ക് വേണ്ടി പരിഗണിക്കുള്ളൂ. കൂടിയ വേതനം വാങ്ങുന്നവർക്ക്, കൂടിയ ശമ്പളമുള്ളവരെ 4 തവണ വിസയ്ക്ക് വേണ്ടി പരിഗണിക്കുകയും ചെയ്യും. 4 വിഭാഗങ്ങളിലായിട്ടായിരിക്കും ഈ H1B വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. എന്നാൽ ഈ പുതിയ പരിഷ്കരണം നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ. എന്നാണ് നിലവിൽ വരിക എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഉടൻ നിലവിൽ വരുന്നത് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ആതിര? തീർച്ചയായും ഈ അമേരിക്കയിലൊക്കെ വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ഉൾപ്പെടെയുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമാകുന്ന ഒരു നടപടിയായി തന്നെ ഇതിനെ വേണമെങ്കിൽ പറയാം. കാരണം നേരത്തെ ഈ വലിയ ഫീസൊക്കെ നൽകി അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്നവർക്ക് ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ലായിരുന്നു. ഒരു ലുക്കീസ്റ്റ് നയത്തിൻ്റെ ഭാഗമായിട്ട് ഈ വിദ്യാർത്ഥികളൊക്കെ കിഴക്കൻ രാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ച് പോകാമായിരുന്നു. എന്നാൽ ഇതിനകത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു ആശ്വാസമാകുന്ന ഒരു നടപടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഡോക്ടർമാരും നഴ്സുമാരും അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കും ഇതൊരു ആശ്വാസകരമായ ഒരു നടപടി തന്നെയായിരിക്കും. സേതു. ഓക്കെ ആതിര, ശരി. അപ്പോൾ ആതിര സരസ്വതാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.